guys, welcome my to യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതിന് നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ വെള്ളം ഒഴിക്കാം. അതിന് ശേഷം ഉപ്പ്, പട്ട, ഏലക്കായി, പൂവ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിക്കാം, എണ്ണ ഒഴിക്കാം. അത് ചൂടായതിന് ശേഷം ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി വരണം. അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ക്രിസ്പിനെസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഉള്ളി ഫുള്ള് പൊരിച്ച് കോരി നമുക്ക് മാറ്റാം. അതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം. പിന്നെ നമുക്ക് കോഴി കായം തേക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കോഴി നല്ലവണ്ണം കായം തേക്കുക. ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കോഴി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുക്കാൽ വേവ് കോഴി ആയാൽ മതി, ഫ്രൈ ആയാൽ മതി. അതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം അരി വെന്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് ഊറ്റി കോഴി പൊരിച്ച് എടുത്തു. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചതച്ചത് ഞാൻ ഈ ചട്ടിക്ക് ഇടുന്നത് കാണിക്കാൻ മറന്നു. അതുകൊണ്ട് ഫസ്റ്റ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴറ്റാം. അതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുക. 3 തക്കാളി ആണ് ബിരിയാണിക്ക് ഇടുന്നത്. ഉള്ളി നല്ലവണ്ണം വഴറ്റി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റണം. അതിന് ശേഷം ഒരു സ്പൂണ് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട്, അത് അതിൽ കാണിച്ചിട്ടില്ല. പൊരിച്ച് വെച്ച കോഴി മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറ് ദമ്മിട്ട് കൊടുക്കുക. പൊരിച്ച ഉള്ളി ഇനി നമ്മൾ അതിൻ്റെ മേലിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോറിടാം. ചോറ്, ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലെയറും കൂടി ചോറിടാം. 3 ലെയറായിട്ടാണ് ചോറിടുന്നത്. അതിലേക്ക് ഉള്ളി പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ്, പുതിന എന്നിവ ചേർത്ത് കൊടുക്കുക. പിന്നെ 3ാമത്തെ ലെയറും അതേമാതിരി ചെയ്യാം. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അത് മാറ്റി കൊടുത്ത് നല്ലവണ്ണം ബിരിയാണി മിക്സ് ചെയ്യാം. ഒരു അരി ഒന്നുമ്മ പിടിക്കണില്ല ഗായ്സ്. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണി വിളമ്പി പാത്രത്തിലാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.